എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 69ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ, വെൽക്കം ബാക്ക്. നമസ്തേ ഡോക്ടർ അജയ. സോ എപ്പോഴത്തെയും പോലെ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഹാർട്ടിലേക്ക് കണക്ട് ചെയ്ത് സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി നമ്മൾ 67ാമത്തെ എപ്പിസോഡ് തൊട്ട് ഒരു പുതിയ പുസ്തകത്തിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ദ ഹാർട്ട് ഓഫ് ലോർഡ് റാം റിഫ്ലക്റ്റഡ് ഇൻ യോഗ വശിഷ്ഠ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനെ കുറിച്ചുള്ളൊരു ചർച്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ, അതായത് 67ാമത്തെ എപ്പിസോഡിൽ ഈ ഒരു പുസ്തകത്തിൻ്റെ റെലവൻസ് എന്താണ്, അത് യൂത്തിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് അങ്കിൾ വളരെ ഡീറ്റെയിൽഡായിട്ടും അതുപോലെ ബുദ്ധനെ കണക്ട് ചെയ്തിട്ടും രാമരാജ്യത്തിനെ കണക്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് കേൾക്കാത്തവരൊന്നും കൂടെ 67th എപ്പിസോഡ് കാണാം. 68th എപ്പിസോഡിൽ അടുത്തൊരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ യൂത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമായിരുന്നു. അതായത് എങ്ങനെയാണ് നമ്മുടെ കരിയർ ചൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ശരിയായ ലൈഫ് പാർട്ട്ണറിനെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച്, അതും ഈ പുസ്തകത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ അങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് AAA ഫോർമുലേനെ കുറിച്ചാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അങ്കിൾ. അതായത് എങ്ങനെയാണ് ഒരു ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നത്, ആ AAA ഫോർമുല. അട്രാക്ഷൻ, ഫസ്റ്റ് അട്രാക്ഷനെ കുറിച്ച്, സെക്കൻഡ് അഡ്മിറേഷൻ, തേർഡ് വൺ അഡോറേഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഒരു കരിയറാണെങ്കിലും ഒരു ലൈഫ് പാർട്ട്ണറിനെ ആണെങ്കിലും ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലുള്ള പ്രവണതകൾ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കൂടിയാണ് നമ്മളൊരു പുതിയൊരു കാര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതല്ലേ. അതിനെക്കുറിച്ചും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായി. അപ്പോൾ 67th and 68th എപ്പിസോഡ് വളരെ ഒരു വൈറ്റലായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ബുക്കിൻ്റെ ഡിസ്കഷന് സംബന്ധിച്ചുള്ള. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൽ ദാജി ഭഗവത്ഗീതയെക്കുറിച്ച്, അതുപോലെ തന്നെ യോഗവശിഷ്ഠം, ഇപ്പോഴത്തെ നമ്മുടെ ബുക്കിൻ്റെ ഡിസ്കഷനായ യോഗവശിഷ്ഠത്തിനെക്കുറിച്ചും അഷ്ടവക്രഗീതയെക്കുറിച്ചും എവല്യൂഷൻ ഓഫ് കോൺഷ്യസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതെന്താണ്, ഈ ഒരു 4 ആസ്പെക്റ്റ് തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ എന്താണ്, ഇതെങ്ങനെയാണ് യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിൻ്റെ റെലവൻസ് എന്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഭാഗം. വെൽ, ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്.
നേരത്തെ പറഞ്ഞ ഭഗവത്ഗീത, യോഗവാസിഷ്ടം, അഷ്ടാവക്ര ഗീത, അതുപോലെ എവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നസ്, ഇതിലെല്ലാത്തിലും പൊതുവായിട്ടുള്ളൊരു അന്തർധാര എന്ന് പറയുന്നത് ഇത് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് എല്ലാത്തിലും ചർച്ച ചെയ്യുന്നത്. ബോധത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പറയാറുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ പരിണാമമാണ്. പർപ്പസ് ഓഫ് ലൈഫ് ഈസ് എവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ വചനം. അപ്പോൾ അദ്ദേഹം പറയുക, നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബോധം എന്ന് പറയുന്നത് ഒരു തിൻ ഫിലിം പോലെയാണ്, ഒരു സമുദ്രത്തിൻ്റെ ഉപരിതലം പോലെ. അതിൻ്റെ താഴേക്ക് ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസിൻ്റെ ഒരു സമുദ്രം, ഉപബോധം. മേലേക്ക് ആകാശം മുട്ടെ മറ്റൊരു സമുദ്രം പോലെ അതിബോധം അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ്നസ്. അപ്പോൾ ഈ രണ്ട് സമുദ്രങ്ങളുടെ ഇടയ്ക്ക് സാൻഡ്വിച്ചുമായി കിടക്കുന്ന ഒരു ചെറിയ തിൻ ഫിലിം ഓഫ് ബോധം മാത്രമേ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. ആ ലഭ്യമായ ബോധം വെച്ചാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് സൈഡിലേക്കും അനന്തമായി നീളുന്നു. അപ്പം അദ്ദേഹം പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ തിൻ ഫിലിമിനെ നമ്മൾ രണ്ട് സൈഡിലേക്കും എക്സ്പാൻഡ് ചെയ്ത് പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മുടെ ബോധം വികസിപ്പിക്കലാണ് ഒരു വ്യക്തിയുടെ ജീവിത ഉദ്ദേശം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും റെലവൻ്റാണ്. പക്ഷെ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ തുടങ്ങുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കൂടുതൽ സമയമുണ്ട് അത് നേടിയെടുക്കാൻ എന്നർത്ഥം. മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ ഡിസിഷൻസ് എടുക്കുന്ന സമയത്താണ് ഇതിന് കൂടുതൽ റെലവൻസ്. കാരണം നമ്മൾ എവിടെ നമ്മുടെ ബോധം നിൽക്കണോ അതിനനുസരിച്ചാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് റെലവൻ്റ് ആവണം. മാത്രമല്ല, ഇന്ന് ആധുനിക ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ മഹത്തായ എല്ലാ ഗവേഷണങ്ങളും കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ്, ബോധത്തെക്കുറിച്ചാണ്. ഇന്ന് കോൺഷ്യസ്നെസ് സ്റ്റഡീസാണ് ഏറ്റവും അധികം നടക്കുന്നത് സയൻസിൽ. പ്രത്യേകിച്ച് ലേറ്റസ്റ്റായിട്ട് ഡേവിഡ് ചാമസ് എന്ന് പറയുന്ന ബ്രെയിൻ സയൻറ്റിസ്റ്റ്, ന്യൂറോ സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആശയം കൊണ്ടുവന്നു. അതാണ് ഇന്ന് എല്ലാ ന്യൂറോ സയൻറ്റിസ്റ്റുകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഗതി, ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ്. യൂട്യൂബിൽ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും നമുക്ക്. അത് വളരെ സിമ്പിളാണ്. അദ്ദേഹം പറയണം, ഇപ്പം നമ്മളൊരു കാഴ്ച കാണുന്നു, ഒരു റോസാപ്പൂവ് കാണുന്നു എന്നായിരിക്കും. അപ്പോൾ ആ പൂവിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ തട്ടി നമ്മുടെ റെറ്റിനയിൽ കൂടി നമ്മുടെ ബ്രെയിനിലെത്തുന്നു. ബ്രെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാവും. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് എങ്ങനെ പൂ എന്നുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് മാറുന്നു? ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് എങ്ങനെ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നു എന്നുള്ളത് സയൻസിന് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ പരീക്ഷണങ്ങളൊക്കെ തുടക്കത്തിൽ അവർ വിശ്വസിച്ചിരുന്നത്, പോസ്റ്റുലേറ്റ് ചെയ്തിരുന്നത് ബ്രെയിൻ ബോധത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ബ്രെയിൻ ഈസ് പ്രൊഡ്യൂസിങ് കോൺഷ്യസ്നെസ് എന്നുള്ള അസംഷനിലാണ് തുടങ്ങിയത്. പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അതാണ് ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശ ധാരണ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണെന്ന്, കോൺഷ്യസ്നെസ് ഈസ് എ ഫണ്ടമെൻ്റൽ റിയാലിറ്റി എന്നുള്ള അസംഷനിലേക്കാണ് ശാസ്ത്രം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഇനി നമ്മൾ നേരത്തെ ഡോക്ടർ അജയ് പറഞ്ഞ ഈ പുസ്തകങ്ങൾ, ഭഗവത്ഗീത, അതുപോലെ യോഗവാസിഷ്ടം, പിന്നെ അഷ്ടാവക്ര ഗീത, അതുപോലെ എവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നെസ് ദാജി പറയുന്നു. നമ്മുടെ പ്രാചീന ഭാരതത്തിലെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതുപോലെ ഈ പുസ്തകങ്ങൾ, ഇതിലെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയം ബോധത്തിൻ്റെ വികാസത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് ശാസ്ത്രം വളരെ താല്പര്യത്തോടെ ഗവേഷണം നടത്തുന്ന വിഷയം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ മഹർഷിമാർ അതിനെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്തിരുന്നത്. അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ബോധം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ് എന്നാണ്. ബോധ്യമാണ്, വിശ്വാസമല്ല.
ഭഗവത്ഗീത ഈ ബോധത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ്. യോഗവാസിഷ്ടം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. മറ്റ് ഈ വനവാസകാലത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം ബോധത്തെക്കുറിച്ചായിരുന്നു. ലക്ഷ്മണഗീത എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെയുണ്ട്, അത് മുഴുവൻ ബോധത്തെക്കുറിച്ചാണ്. ഇനി രാമായണത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് അഷ്ടാവക്ര ഗീത. അതായത് രാജർഷിയായിട്ടുള്ള വസിഷ്ഠ മഹർഷിയും അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള അഷ്ടാവക്രനും തമ്മിലുള്ള സംവാദമാണത്. കഥ ഇങ്ങനെയാണ്. ജനക മഹാരാജാവ് ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ അദ്ദേഹം ഒരു ഭിക്ഷക്കാരനായിട്ട് മാറുന്നു. എന്നിട്ട് അദ്ദേഹം മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ അലയാണ്. വിശപ്പും ദാഹവും എല്ലാം ഉണ്ട്. അങ്ങനെ അലയുന്ന സമയത്ത് ഒരു കുടിൽ ദൂരെ കണ്ടു. ആ കുടിലിൽ നിന്ന് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വന്ന ഭക്ഷണം ഒരു എച്ചിലല്ല പുറത്തേക്ക് എറിഞ്ഞു. അപ്പോൾ ഈ വിശപ്പും ദാഹവും ഒക്കെയുള്ള ഈ സ്വപ്നം കണ്ട രാജാവ് അതെടുക്കാൻ വേണ്ടി ഓടുകയാണ് സ്വപ്നത്തിൽ. അതെടുക്കാൻ ഇങ്ങനെ കൈവയ്ക്കുമ്പോഴേക്കും ഒരു നായ ഓടി വന്ന് അതെടുത്തു കൊണ്ടുപോയി. എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ വിശപ്പും ദാഹവും ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് അലറി വിളിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വീണു. മരുഭൂമിയിൽ വീണപ്പോൾ അദ്ദേഹം കട്ടിൽ നിന്ന് താഴേക്ക് വീണു. സ്വപ്നമാണുള്ളത്. അപ്പോൾ കട്ടിൽ നിന്ന് താഴത്തേക്ക് വീണു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ശരീരത്തിൽ മുഴുവൻ വേർതിരിക്കണു. വിശപ്പും ദാഹവും അദ്ദേഹത്തിന് അനുഭവിക്കുന്നുണ്ട്. അപ്പോഴും ഈ അനുഭവം ഉണ്ട്. ഉടനെ തന്നെ രാജ്യസഭ വിളിച്ചു കൂട്ടി. മന്ത്രിമാരോടൊക്കെ കൂടി ഒരു ചോദ്യമാണ്. ഇതൊക്കെ വിശദീകരിച്ചു. ഞാൻ ഇപ്പോൾ സ്വപ്നം കണ്ടു എന്നല്ല അദ്ദേഹം പറയണത്, എനിക്കിപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിൽ, കാരണം വേർപ്പും ദാഹമൊക്കെ ഇപ്പോഴുണ്ട്, ആ അനുഭവത്തിൽ ഞാനൊരു ഭിക്ഷക്കാരനായി മാറി മരുഭൂമിയിൽ കൂടെ അലയായിരുന്നു. സംഗതികളൊക്കെ വിശദീകരിച്ചു. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് രാത്രി 12 മണിക്കാണ് കേട്ടോ രാജ്യസഭ. അപ്പോൾ ചോദ്യം, രാജാവായ ഞാൻ സ്വപ്നം കണ്ട് ഭിക്ഷക്കാരനായതാണോ യാഥാർത്ഥ്യം, അതോ ഭിക്ഷക്കാരനായ ഞാൻ സ്വപ്നം കണ്ട് രാജാവായിട്ട് ഇവിടെ ഇരിക്കുകയാണോ? നിങ്ങളെല്ലാവരും സ്വപ്നത്തിലെ കഥാപാത്രങ്ങളാണോ ഈ രാജകൊട്ടാരമെല്ലാം എന്നാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ ആ അനുഭവം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സാധാരണ ജീവിതത്തിലെ അനുഭവത്തിലേക്കാൾ ഇൻറ്റൻസ് ആയിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ യാഥാർത്ഥ്യമല്ല എന്ന് പറയാൻ കഴിയും എന്നാണ് ചോദ്യം. രാജ്യസദസ്സിലെ ആർക്കും ഇതിന് ഉത്തരം, അവർ ഉറക്കം പോയി എന്നല്ലാണ്ട് ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഈ ചോദ്യം കൊണ്ട് രാജാവിന് വിഷാദം ബാധിച്ചു എന്നാണ്. ശ്രീരാമനെ പോലെ ബുദ്ധനെ പോലെ ആര് കൊട്ടാരത്തിൽ വരുമ്പോൾ ഈ ചോദ്യം ചോദിക്കും, ഇതാണോ സത്യം, അതാണോ സത്യം, യേ സച്ച് ഹേ യാ വോ സച്ച് ഹേ ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ അഷ്ടാവക്ര മഹർഷി ആ രാജ്യസദസ്സിലേക്ക് കയറി വരുന്നു. അദ്ദേഹത്തിനോടും ഈ ചോദ്യം ചോദിക്കും. അപ്പം അദ്ദേഹമാണ് അതിന് മറുപടി പറയുന്നത്. മഹാരാജൻ, അങ്ങ് ഇപ്പോൾ ഈ രാജകൊട്ടാരത്തിലിരിക്കുന്നു. അപ്പോൾ സ്വപ്നത്തിൽ ഈ രാജകൊട്ടാരവും ഈ രാജസിംഹാസനവും മന്ത്രിമാരും ഇവരൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ. സ്വപ്നത്തിൽ അങ്ങ് കണ്ട മരുഭൂമി കുടിലൊക്കെയാണ്. ആ സമയത്ത് അവിടെ രാജകൊട്ടാരം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ സ്വപ്നത്തിൽ രാജകൊട്ടാരമില്ല, രാജകൊട്ടാരത്തിലിരിക്കുമ്പോൾ മരുഭൂമിയില്ല. രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ടുള്ളത് എന്താണ്? അങ്ങാണ്, അല്ലേ? അങ്ങാണ് രണ്ട് സ്ഥലത്തും പൊതുവായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് സത്യമാണ്, അങ്ങ് ബോധമാണ്. ബോധം മാത്രമാണ് സത്യമായിട്ടുള്ളത്. കോൺഷ്യസ്നസ് മാത്രമാണ് സത്യം, യാഥാർത്ഥ്യം. ബോധം എന്തിനോട് ചേർന്ന് നിന്നാലും അത് സത്യമായിട്ട് തോന്നും. ബോധം മരുഭൂമിയും ആ കുടിലിനോടും ചേർന്ന് നിൽക്കുമ്പോൾ അതൊക്കെ സത്യമാണ്. ബോധം ഈ രാജകൊട്ടാരത്തിനോടും ഈ രാജ്യസഭയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം സത്യമാണ്. ബോധം മാത്രമാണ് സത്യം. ബോധം എന്തിനോട് ചേർന്ന് നിന്നാലും അത് സത്യമായിട്ട് തോന്നുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ബുദ്ധിമാനാണ്. അദ്ദേഹം ചോദിച്ചു,
ബോധം എന്തിനോട് ചേർന്ന് നിന്നാലോ സത്യമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞാൽ റിയൽ എന്താണ്, യഥാർത്ഥത്തിൽ സത്യം എന്താണ്? അല്ല, ഇത് തോന്നണതല്ലേ. അപ്പോൾ യാഥാർത്ഥ്യം ഞാൻ എങ്ങനെ തിരിച്ചറിയും എന്നാണ് ചോദ്യം. പ്രസക്തമായ ചോദ്യമല്ലേ. അപ്പോൾ അദ്ദേഹം പറയും, അതിന് ബോധത്തിനെ ബോധത്തിൻ്റെ കേന്ദ്രത്തിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് യാഥാർത്ഥ്യം അറിയുള്ളൂ. അപ്പോൾ രാജാവ് എന്നതും ഒരു സ്വപ്നമാണ്, മരുഭൂമിയിലുള്ള ഭിക്ഷക്കാരെന്ന് പറയുന്നത് സ്വപ്നമാണ്. യാഥാർത്ഥ്യം അറിയണമെങ്കിൽ അങ്ങയുടെ ബോധത്തെ ബോധത്തിൻ്റെ കേന്ദ്രത്തിൽ ഉറപ്പിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് നോക്കണം. ബോധത്തിൻ്റെ കേന്ദ്രം ഹൃദയമാണ്. അപ്പോൾ ഹൃദയത്തിൽ ബോധം ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രക്രിയ, അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അങ്ങനെ അഷ്ടാവക്ര മഹർഷി ജനക മഹാരാജാവിനെ ധ്യാനം പരിശീലിപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം രാജർഷിയായിട്ട് മാറിയെന്നാണ് കഥ. രാജാവും ഋഷിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ രാജർഷി. അദ്ദേഹത്തിന് മാത്രമേ ചരിത്രത്തിൽ ഈ രാജർഷി എന്നുള്ള പേരുള്ളൂ. അപ്പോൾ ഇനി ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാൽ, സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി ഏത് ഗൃഹസ്ഥാശ്രമിക്കും ഈ അവസ്ഥ നേടിയെടുക്കാം. ഈ രാജർഷി എന്നുള്ള പദമാണ് വാസ്തവത്തിൽ ഹാർട്ട്ഫുൾനെസ് ലക്ഷ്യമാക്കുന്നത്. അത് സാധാരണ ഗൃഹസ്ഥാശ്രമിക്ക് പോലും. കാരണം ധ്യാനത്തിന് നമ്മൾ പുതിയൊരു നിർവചനം കൊടുക്കുന്നുണ്ട്. ധ്യാൻ എന്ന് പറഞ്ഞാൽ ധീ പ്ലസ് യാൻ. അപ്പോൾ ധീ എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥ, യാൻ എന്ന് പറഞ്ഞാൽ അവിടേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം. ആ വാഹനത്തിൻ്റെ ഇന്ധനമാണ് സംപ്രേഷണം. അപ്പോൾ സംപ്രേഷണത്തിൻ്റെ സഹായമില്ലാതെ ബോധത്തിൻ്റെ വികാസത്തിൽ ഒരു ഇഞ്ച് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ ഇതിനെ ഹാർട്ട്ഫുൾനെസ് നമ്മൾ എന്ത് പറയുന്നു? സഹജ സമാധി എന്ന് പറയുന്നു, അല്ലെങ്കിൽ തുരീയാതീതമായിട്ടുള്ള അവസ്ഥ. അതായത് ആന്തരികമായിട്ട് നമ്മുടെ ബോധത്തിൻ്റെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ മുഴുകിയിരിക്കുന്നു നമ്മുടെ ഉപബോധ മനസ്സ്. നമ്മുടെ ബോധമനസ്സ് 360 ഡിഗ്രി അവയർനെസ്സിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നു. കർമ്മകൗശലത്തോടു കൂടി, എഫിഷ്യൻ്റായിട്ട്. ഭഗവത്ഗീതയിൽ പറയുന്ന യോഗം കർമ്മസു കൗശലം എന്നത് നമ്മൾ പ്രാവർത്തികമാക്കുന്നു. അപ്പോൾ ആന്തരികമായിട്ടും ബോധം, ബാഹ്യമായിട്ടും ബോധം, 360 ഡിഗ്രി അവയർനെസ് ദാജി പറയുന്നു. അപ്പോൾ ആ ബോധത്തിൻ്റെ അവസ്ഥയിൽ നമുക്കൊരു ജാഗ്രത ഉണ്ടാവും, ആന്തരിക ജാഗ്രതയും ബാഹ്യമായ ജാഗ്രതയും. അതുപോലെ ശ്രദ്ധ, ഉത്സാഹം, ഇതൊക്കെ ചേർന്നാണ് നമ്മൾ ജീവിതത്തിലെ ഈ സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഉള്ള റെഫറൻസിലുള്ള ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീത, യോഗവാസിഷ്ടം, അഷ്ടാവക്ര ഗീത. ഇന്ന് അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം. കാരണം ഹാർട്ട്ഫുൾനെസ് ഇത് പ്രായോഗികമായിട്ട് കാണിക്കുന്നു, അതിൻ്റെ റെഫറൻസ് ഈ ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെയാണ് ഈ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ, അതുപോലെ മഹർഷിമാരും വേദകാലത്തും ഉപനിഷത്ത് കാലത്തുമൊക്കെ ബോധം എന്ന് പറയുന്നത് അടിസ്ഥാന യാഥാർത്ഥ്യമാണ് എന്നുള്ള ബോധ്യത്തിലാണ് അവർ ഉള്ളത്. ഞാൻ പറഞ്ഞു വിശ്വാസമല്ല, ബോധ്യമാണെന്ന്. ഇന്ന് ആധുനിക മോഡേൺ സയൻസ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സഹായത്തോടു കൂടി ആ ദിശയിലേക്കാണ് നീങ്ങുന്നത്. അതായത് ബോധം അടിസ്ഥാന യാഥാർത്ഥ്യമാണെന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഡേവിഡ് ചാമസിൻ്റെ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ്, അതായത് ബോധത്തിൻ്റെ കഠിനമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ ദിശയിലേക്കുള്ള ഒരു സൂചനയാണെന്ന് പറയാം. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ആധുനികമായ ഗവേഷണങ്ങൾ നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കണക്ഷൻ. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച് അങ്കിൾ. ചോദ്യം എങ്ങനെയാണ് കണക്ഷൻ ഉള്ളതിനെ കുറിച്ചായിരുന്നെങ്കിലും അതിനെ ആ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലേക്ക് നമ്മളെല്ലാ പ്രേക്ഷകരെയും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. അപ്പോൾ അങ്കിൾ പറഞ്ഞ മാതിരി തന്നെ എന്താ പറയുക, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു കോൺഷ്യസ്നെസ്.
അതിൻ്റെ പുറത്താണ്. അതിലോട്ട് എങ്ങനെയാണ് അതിൻ്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ ധ്യാനത്തിലൂടെയാണ്. അപ്പോൾ എന്താണ് ധ്യാനം എന്നുള്ളതിനെക്കുറിച്ച് മംഗള വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുണ്ടായി. അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ പുസ്തകങ്ങളും തന്നെ ഹാർട്ട്ഫുൾനെസ് ഒരു റെഫറൻസ് പോയിൻ്റായിട്ട് എടുത്തിട്ടാണ് കോൺഷ്യസ്നെസ്സിൻ്റെ എവല്യൂഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ദാജിയാണെങ്കിൽ പോലും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ ഡിസ്കഷനും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് അങ്കിൾ. അതൊരു ഒരു ബ്യൂട്ടിഫുൾ ഇൻസൈറ്റ് ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനിയും നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ ഈ പുസ്തകത്തിന് കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഈ ഒരു ചോദ്യത്തിലൂടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡ് കാണുന്നവർക്ക് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായി. പക്ഷേ അതിനെ കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്യാം. അപ്പോൾ 8:30 to 9 നമ്മളിപ്പോൾ എല്ലാവരും ധ്യാനിക്കും. 9 to 9:15 യൂണിവേഴ്സൽ പ്രയറാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്ത് നമ്മളെല്ലാവരും ധ്യാനത്തിലേക്ക് കിടക്കും. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹാർട്ട്ഫുൾനെസ് റിലാക്സേഷൻ നമുക്ക് വേണമെങ്കിൽ കേട്ടിട്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ശ്രദ്ധ വളരെ മൃദുലമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതായി അനുഭവിക്കുക. ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും മുഴുകി വളരെ ലളിതമായി ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്ത് ധ്യാനം കണ്ടിന്യൂ ചെയ്യാം. ആ സമയത്ത് മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളോട് റിമൈൻഡ് ചെയ്യാം, നമ്മൾ ധ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞ് ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഈ ഒരു രീതിയിൽ നമുക്ക് 20-25 മിനിറ്റ്സ് നമ്മളങ്ങനെ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അതിനുശേഷം 9 to 9:15 യൂണിവേഴ്സൽ പ്രയർ. ലോകത്തിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരുടെ ഉള്ളിലും ലവ്, ഡിവോഷൻ, യഥാർത്ഥമായ വിശ്വാസം വളരുന്നു എന്നുള്ളൊരു സജഷനോടുകൂടി യൂണിവേഴ്സൽ പ്രയറും കൂടെ നമുക്ക് ചെയ്യാം. നമ്മളപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. പിന്നെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി, നമസ്കാരം. താങ്ക് യു.